നരേന്ദ്രമോദിയെ കുറെ കൂടെ ആക്ഷേപിക്കണമെന്നൊക്കെ ചെല്ലും. അത് തീവ്രവാദപരമായ ചിന്ത. നമ്മൾ ആക്ഷേപിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അയാൾ പ്രധാനമന്ത്രിയാണ്, ആക്ഷേപമല്ല. അയാളെ ഞാൻ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? ഇതെനിക്ക് പറയണം. ആ കാഴ്ചപ്പാട് ചോദിച്ചപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അയാളെ ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. 400-ലേറെ സീറ്റ് കിടക്കുന്നുള്ള അഹങ്കാരമായിരുന്നു ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതുകൊണ്ടാണ് സീറ്റ് പോയത് കുറേ. കാരണം ഇയാളുടെ ഈ അഹങ്കാരം, പ്രതിപക്ഷവും കുറച്ചുകൂടി ജാഗ്രതയായി. 3-2 ഭൂരിപക്ഷം പോലെ, അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ 400 പ്രതിപക്ഷം വേണ്ട? ശക്തമായി ഞാൻ പറഞ്ഞു. അവരുടെ രാജ്യരക്ഷാ നയങ്ങളെല്ലാം പാളി. ഇപ്പോഴും നമ്മൾ 9 പിൽഗ്രിംസ് വെടിയേറ്റ് മരിച്ചു. കംപ്ലീറ്റ് പാളിച്ചയാണ്. ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഈ 5 വർഷം. ഇനി ഭരണഘടനാ ഭേദഗതി എന്നൊക്കെയുള്ള ചിന്തയങ്ങ് ഭരണത്ത് വെച്ചാൽ മതി. ഇത്തവണ ഉണ്ടാവില്ല, അടുത്ത തവണ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെ ശക്തമായ വിമർശനങ്ങൾ ഞാൻ ഉന്നയിച്ചു. പക്ഷേ അയാൾ ശക്തനായ ഒരു ഭരണാധികാരിയാന്ന് പറഞ്ഞതൊരു വലിയ സംഭവമാണ്. ഞാൻ നല്ല ഭരണാധികാരിയാന്ന് പറഞ്ഞില്ല. ശക്തനായ ഭരണാധികാരി അല്ലേ? ദുർബലനാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾ വലതുപക്ഷ ഭരണാധികാരിയാണെന്നും കൂടെ ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഏകാധിപതിയാണ് ജനാധിപത്യം. അതെന്താ കൊടുക്കാത്തത്? അപ്പം ഇത് ദുരുപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ മോഡിയെ വലുതാക്കാനും എൻ്റെ പ്രത്യയശാസ്ത്രത്തെ, ഞാൻ എന്നും ജീവശാസ്ത്രമായി കാണുന്ന പ്രത്യയശാസ്ത്രം, ഞാൻ ആലപ്പുഴ ജില്ലയിൽ BJP RSS ഐഡിയോളജിയെ ഫൈറ്റ് ചെയ്ത് എന്നെപ്പോലെ ഒരാളിപ്പോൾ ആരുണ്ട്? പറ. ഇവരാരാന്നാ വിചാരിച്ചത്? ഞാൻ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. എന്നെ BS വന്ന് കുട്ടനാടിൻ്റെ കാര്യം താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. ഞാനന്ന് ആദ്യമായിട്ട് സെക്രട്ടറി ആവുക. SAM ജില്ലാ സെക്രട്ടറി. ഞാൻ 3 വർഷം അവിടെ ഇരുന്നില്ലേ? അന്നല്ലേ പാർട്ടി ഓഫീസിൻ്റെ സംരക്ഷകനായിരുന്നു തങ്കപ്പൻ്റെ തലയറുത്ത് കൊന്നത്? ഓർമ്മയില്ലേ? തലയറുത്തല്ലേ കൊണ്ടത്. എന്നിട്ട് ആ അറുത്ത തല മാത്രം ഇങ്ങനെ പിടിച്ച് രക്തം ഇങ്ങനെ വാർന്നു വീഴുകയാണ്. അതുകൊണ്ട് ഘോഷയാത്ര നടത്തി ഓംകാളി ഭദ്രകാളി വിളിച്ച് മങ്കൊമ്പലെ പാലത്തെ കൊണ്ടുവച്ചില്ലേ? അടുത്ത ദിവസം EMS ഒക്കെ വന്ന് കാണുന്ന ഇതല്ലേ? ഞാൻ സെക്രട്ടറിയാണ്. ഞങ്ങളങ്ങ് ഒളിച്ചു പോയില്ലല്ലോ. പാർട്ടി ഞങ്ങൾ കെട്ടിപ്പടുത്തു. അങ്ങനെയൊക്കെ ബിജെപിയോട് ശക്തമായ വിയോജിപ്പുണ്ട്. അത് നമ്മുടെ ലൈഫ് അതല്ലേ. BJPയോടെന്നല്ല, എല്ലാ വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തോടും എതിർപ്പാണ്. റൈറ്റിസ്റ്റ് ഐഡിയോളജിയിലെ എക്സ്ട്രീം റൈറ്റിസ്റ്റ് ആണത്. ഞാൻ എന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഫാസിസം ഒന്നുമില്ല. ഫാസിസ്റ്റ് ടെൻഡൻസിയാണ്. ഫാസിസ്റ്റ് ഭരണമാണെങ്കിൽ ഇവിടെ പാർലമെന്റ് കൂടുമോ? പാർലമെന്റ് പിരിച്ചുവിടത്തല്ലേ? അതൊന്നും അല്ല, അത് നടക്കത്തില്ല. ഫാസിസത്തിന്റെ മണമുണ്ടോ? ഫാസിസ്റ്റ് ടെൻഡൻസിയാണ്, അതാണ് കറക്റ്റ്. അല്ല ഇവിടെ ഇപ്പോൾ ഫാസിസം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ഷനിൽ നമ്മൾ മത്സരിക്കാനൊക്കത്തില്ല. നമ്മളിവിടെ സായുധ സമരത്തിലേക്ക് പോകണം ഫാസിസമാണെങ്കിൽ. അവിടെ ചെക്കോസ്ലോവാക്യ അവിടെ എന്താ പറയുന്നത്, നമ്മുടെ ദിമിത്രോവും സെറ്റും ഒക്കെ ചെയ്ത പോലെ അതല്ല. അപ്പോൾ ഐഡിയോളജിയുടെ തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പോലും അറിയാത്തവർ നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. ഇപ്പോൾ കായംകുളത്ത് 3-ാം സ്ഥാനം, ഹരിപ്പാട് 3-ാം സ്ഥാനം, 110 വോട്ട് മാറിയാൽ അമ്പലപ്പുഴ 3-ാം സ്ഥാനം, 150 വോട്ട് മാറിയാൽ കരുനാഗപ്പള്ളി, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, പത്തിയൂര് പാർട്ടി ഉണ്ടായ കാലം മുതൽ പഞ്ചായത്ത് ഇലക്ഷൻ 52 ഒന്നാമത്തെ പാർലമെന്റ് അന്ന് മുതൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ വരെ പത്തിയൂർ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൂരിപക്ഷം. ഒന്നാം വിഭക്ത പാർട്ടി CPI. എവിടെ തോറ്റാലും അവിടെ ഭൂരിപക്ഷമാണ്. അവിടെ ഇത്തവണ 3-ാം സ്ഥാനത്ത് വന്നു. എങ്ങനെ വന്നു? എങ്ങനെ വരാൻ പറ്റും? സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അത് സഹിക്കാൻ പറ്റില്ല.